അപ്പൊ ലുലു മോളിൽ സ്റ്റോളിട്ടെ കുറച്ച് വിശേഷങ്ങൾ കണ്ടാലോ. മറക്കാൻ പറ്റാത്ത ഒരുപാട് നല്ല മൊമെന്റ്സുമായിട്ടാണ് ഞാൻ അവിടുന്ന് മടങ്ങിയത്. അതിലൊന്നും ഞാൻ ചേച്ചിന്റെ വീഡിയോ കണ്ടിട്ട് വന്നതാ, മെഹന്തി ഇടാനായിട്ട് വന്നതാന്ന് പറഞ്ഞ കുറച്ച് ടീംസ് വന്നിട്ടുണ്ടായിരുന്നേ. അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു. പിന്നുണ്ടല്ലോ 2020 മുതൽ ഞാൻ മെഹന്തി ഇട്ടെ കുറച്ച് ബ്രൈഡ്സിനെ കണ്ടിട്ടുണ്ടായിരുന്നേ. എന്താ പറയാ, ഞാൻ പഠിപ്പിച്ചവരൊക്കെ നല്ല നിലയിലെത്തി എന്ന് പറയുന്ന പോലെ ഞാൻ മെഹന്തി ഇട്ട മിക്ക ബ്രൈഡ്സും ഗർഭിണിയായിരുന്നു. അതിൽ 2 ഗർഭിണിക്ക് മെഹന്തി ഇടാനുള്ള ഭാഗ്യവും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരാൾക്ക് വളകാപ്പ് മെഹന്തി, ഒരാൾ സിമ്പിൾ ആയിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒട്ടുമിക്ക ആർട്ടിസ്റ്റുകൾക്കും അവർക്ക് തന്നെ ഫേവറേറ്റ്സ് ആയിട്ടുള്ള കുറച്ച് ആർട്ടിസ്റ്റുകൾ ഉണ്ടാവുമേ. അതുപോലെ മെഹന്ന ബൈ സാലിഹ, മെഹന്തി ബൈ ഇഷ എന്നൊക്കെ പറയുന്ന എന്റെ ഫേവറേറ്റ് ആർട്ടിസ്റ്റുകൾ എന്റെ അടുത്ത് വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതിലൊക്കെ എന്താന്ന്, പക്ഷെ എനിക്കത് ശരിക്കും ബട്ടർഫ്ലൈ പറക്കുന്ന ഫീൽ ആയിരുന്നു കേട്ടോ. പിന്നെ എന്റെ ഈ 3 ദിവസം എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് എന്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഈ അവസരത്തിൽ ഞാൻ അവൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു. അവൾ മാത്രമല്ല എന്റെ ഹോൾ ഫാമിലി എനിക്ക് ഇതിൽ സപ്പോർട്ടായിരുന്നേ. ഇത് കണ്ടിട്ട് കുറച്ചുപേരെങ്കിലും കുറെ ഉണ്ടാക്കി എന്ന് വിചാരിക്കും. എന്നാൽ അവർക്ക് വേണ്ടിട്ട് സത്യം പറഞ്ഞാൽ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത പേയ്മെന്റ് പോലും എനിക്ക് തിരിച്ചു കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. സന്തോഷമായില്ലേ? പക്ഷെ ഒരുപാട് നല്ല ഹാപ്പി ഫേസ് കിട്ടി, എന്നെ പോലത്തെ കുറച്ച് മെഹന്തി ഭ്രാന്തികളെ കിട്ടി, പിന്നെ നല്ല ഫീഡ്ബാക്ക് കിട്ടി, പിന്നെ എന്റെ അക്കൗണ്ടിന്റെ കുറച്ച് പ്രൊമോഷൻ കിട്ടി. എനിക്ക് മതി, എനിക്ക് ഇത് മാത്രം മതി. അപ്പൊ അടുത്ത സ്റ്റോളിൽ കാണാം. ഇതേ സപ്പോർട്ട് വേണം. അപ്പൊ കഴിഞ്ഞു. ടാറ്റ ബൈ ബൈ, സീ യു.